to Standard 8 Mathematics class, Chapter 7 Ratio or അംശബന്ധം പാർട്ട് 6 പേജ് 141 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വായിക്കാം. ഒരു ചതുരത്തിൻ്റെ രണ്ട് വശങ്ങൾ 4:5 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ചെറിയ വശത്തിൻ്റെ എത്ര ഭാഗം കൂട്ടി അതിനെ സമചതുരമാക്കാം. 2 വലിയ വശത്തിൻ്റെ എത്ര ഭാഗം കുറച്ച് അതിനെ സമചതുരമാക്കാം. The sides of a rectangle are in the ratio 4:5. By what fraction should the shorter side be increased to make it a square? By what fraction should the longer side be decreased to make it a square? ചതുരം തന്നിട്ടുണ്ട്. ചതുരത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 4:5. അതായത് ചെറിയ വശം 4x ആണെങ്കിൽ വലിയ വശം 5x എന്നെടുക്കാം. ചെറിയ വശം അല്ലെങ്കിൽ സ്മോളർ സൈഡ് 4x, വലിയ വശം അല്ലെങ്കിൽ ലാർജ് സൈഡ് 5x. ഇനി ഇതിൻ്റെ ഈ ചെറിയ വശത്തിനോട് കൂടി ചെറിയ വശത്തിൻ്റെ എത്ര ഭാഗം കൂട്ടിയാൽ അതിനെ സമചതുരമാക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? സമചതുരം എന്ന് പറയുമ്പോൾ നീളവും വീതിയും തുല്യമായിരിക്കും. അപ്പോൾ സമചതുരത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. കാരണം ഇത് 4 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും, ഇത് 5 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും. അപ്പോൾ 4:4, 5:5, അതായത് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. ചെറിയ വശത്തിൻ്റെ എത്ര ഭാഗം കൂട്ടണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എടുക്കുന്നു ചെറിയ വശത്തിൻ്റെ y ഭാഗം കൂട്ടിയാൽ സമചതുരം ആകുമെന്ന് വിചാരിക്കുന്നു. അതായത് ചെറിയ വശത്തിൻ്റെ y പാർട്ട്, ലെറ്റ് y പാർട്ട് ഓഫ് ദ ഷോർട്ടർ സൈഡ് ബി ആഡഡ് ടു മേക്ക് ഇറ്റ് എ സ്ക്വയർ. ചെറിയ വശം 4x ആണല്ലോ. ഈ 4xനോട് കൂടി അതിൻ്റെ y പാർട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ 4x + 4xy ആയി മാറുന്നു പുതിയ വശം. ഇപ്പോൾ ചെറിയ വശം എങ്ങനെയായിട്ട് മാറുന്നു? 4x + 4xy. നേരത്തെ 4x ആയിരുന്നു. ആ 4xൻ്റെ കൂടെ 4xൻ്റെ y പാർട്ടും കൂടെ കൂട്ടുന്നു. അപ്പോൾ 4xy, 4x + 4xy ആക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു? അപ്പോൾ അതെന്തായിട്ട് മാറുന്നു? സ്ക്വയറായിട്ട് മാറുന്നു, അതായത് സമചതുരമായിട്ട് മാറുന്നു. അപ്പോൾ പുതിയ അംശബന്ധം ന്യൂ റേഷ്യോ 4x + 4xy = 5x. കാരണം ഈ വശത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ വശം കൂട്ടി 4x എന്നുള്ളത് 4x + 4xy ആയിട്ട് മാറ്റി. അപ്പോൾ പുതിയ അംശബന്ധം 4x + 4xy = 5x. അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 1:1 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് 4x + 4xy ഈ വശമാക്കിയപ്പോൾ ഇത് സ്ക്വയറായിട്ട് മാറിയല്ലോ. അപ്പോൾ ഈ അംശബന്ധം 4x + 4xy = 5x എന്ന് പറയുന്നതും 1:1 തുല്യമാണ്. സമചതുരത്തിൻ്റെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം 1:1. റേഷ്യോ ഓഫ് ദി ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് എ സ്ക്വയർ ഈസ് 1:1. അപ്പോൾ പുതിയ അംശബന്ധം 4x + 4xy = 5x എന്ന് പറയുന്നതും 1:1 തുല്യമാണ്. കാരണം ഇതിപ്പോൾ സ്ക്വയറായിട്ട് മാറി. ഈ വശവും ഈ വശവും തമ്മിലുള്ള അംശബന്ധം 1:1 ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് തമ്മിൽ മധ്യപദങ്ങൾ തമ്മിലുള്ള ഗുണഫലം 5x × 1ഉം അറ്റത്തുള്ള 2 തമ്മിലുള്ള ഗുണഫലം 4x + 4xy × 1ഉം തുല്യമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്തോളുക. അപ്പോൾ 4x + 4xy / 5x = 1/1. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1 × 4x + 4xy = 5x × 1. ഇനി 4x + 4xy = 5x. 4xy ലെഫ്റ്റിൽ തന്നെ ഇട്ടുകൊള്ളുക. 5x - 4x. 4x റൈറ്റിലേക്ക് പോകുമ്പോൾ -4x, അതായത് x എന്ന് കിട്ടുന്നു. 4xy = x ആണെങ്കിൽ y = x/4x. എക്സും എക്സും ക്യാൻസൽ ആകുന്നു, 1/4. അതായത് നമ്മൾ y പാർട്ടാണ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞു. y എന്ന് പറയുന്നത് 1/4 ആണ്. അതായത് ഓൺ ആഡിങ് 1/4 പാർട്ട് ഓഫ് ദി സ്മോളർ സൈഡ് വി ക്യാൻ മേക്ക് ഇറ്റ് എ സ്ക്വയർ. അതായത് ചെറിയ വശത്തിൻ്റെ 4/1 ഭാഗം കൂട്ടി അതിനെ സമചതുരമാക്കി മാറ്റാൻ പറ്റും. ഒന്നും ഇടാതെ തന്നെ ഈ പ്രോബ്ലം ചെയ്യാം. അതായത് ഇപ്പോൾ സമചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 1:1 ആണെന്ന് നമുക്കറിയാം.
അപ്പോൾ ഈ വശം 4x വരെ 4 എടുക്കാം, ഈ വശം 5 എടുക്കാം. ഈ 4 എന്നുള്ളത് 5 ആയി കഴിഞ്ഞാൽ സമചതുരം ആകുമല്ലോ. 4 എന്നുള്ള 5 ആകാനായിട്ട് 4നോട് എത്ര കൂട്ടണം? 4നോട് 1 കൂട്ടണം. അപ്പോൾ 4നോട് കൂട്ടേണ്ട ഈ 1 എന്ന് പറയുന്നത് ഈ 4ൻ്റെ എത്ര ഭാഗമാണെന്ന് നോക്കിയാലും മതി. 1 എന്ന് പറയുന്നത് 4ൻ്റെ 4/1 ഭാഗമാണ്. അങ്ങനെ ചെയ്താലും മതി. 4ൻ്റെ 4/1 ഭാഗം. അപ്പോൾ നമുക്ക് 4/1 ഭാഗം കൂട്ടിയാൽ അതിനെ സമചതുരമാക്കി മാറ്റാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വലിയ വശത്തിൻ്റെ എത്ര ഭാഗം കുറച്ച് സമചതുരാക്കാം. വലിയ വശത്തിൻ്റെ എത്ര ഭാഗം കുറച്ച് അതിനെ സമചതുരമാക്കാം. അപ്പോൾ ഇവിടെ ചെറിയ വശം 4x ആണ്, വലിയ വശം 5x ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ y ഭാഗം കുറയ്ക്കുക. വലിയ വശത്തിൻ്റെ y ഭാഗം കുറയ്ക്കുമ്പോൾ പുതിയ അംശബന്ധം എന്തായിട്ട് മാറുന്നു? ലെറ്റ് y പാർട്ട് ഓഫ് ദി ലോങ്ങർ സൈഡ് ബി സബ്ട്രാക്റ്റഡ് ടു മേക്ക് ഇറ്റ് എ സ്ക്വയർ. വലിയ വശത്തിൻ്റെ y ഭാഗം കുറച്ച് അതിനെ സമചതുരമാക്കാം എന്ന് കരുതുക. അപ്പോൾ വലിയ വശത്തിൻ്റെ y ഭാഗം കുറയ്ക്കുമ്പം ബ്രെഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ B/L, അതായത് വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ എന്തായിട്ട് മാറുന്നു? വീതി 4x തന്നെ കിടക്കുന്നു, നീളത്തിന് മാറ്റം വന്നു. 5x എന്നുള്ളത് 5xൻ്റെ y പാർട്ട് കുറയ്ക്കുന്നു, 5xൽ നിന്ന് 5xൻ്റെ y പാർട്ട് കുറയ്ക്കുന്നു. 5x - 5xy. അപ്പോൾ ഇത് സ്ക്വയറായിട്ട് മാറിയല്ലോ. അപ്പോൾ ഈ അംശബന്ധവും 1:1 തുല്യമാണല്ലോ. അപ്പോൾ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാം. 4x = 5x - 5xyയും 1:1 തുല്യമാണ്. 4x × 1 = 5x - 5xy. അപ്പോൾ 4x = 5x - 5xy. -5xy ലെഫ്റ്റിലേക്ക് വരുമ്പോൾ +5xy ആകും. +4x റൈറ്റിലേക്ക് പോകുമ്പോൾ -4x ആകും. 5x - 4x എന്ന് പറയുന്നത് x. അപ്പോൾ 5xy എന്ന് പറയുന്നത് x ആണെങ്കിൽ y എന്ന് പറയുന്നത് x/5x ആയിരിക്കും, അതായത് 1/5. അപ്പോൾ 1/5 പാർട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ സമചതുരമാക്കി മാറ്റാൻ പറ്റും. ഇനി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ വശം 4ഉം ഈ വശം 5ഉം ആണല്ലോ. ഈ വശം 5ഉം ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര കുറയ്ക്കണം? അതായത് ഇതിനെ 4 ആക്കിയാൽ മതിയല്ലോ സമചതുരാകാൻ. 5ൽ നിന്ന് 1 കുറച്ചാൽ മതിയല്ലോ. 5ൽ നിന്ന് 1 കുറച്ചാൽ 4 കിട്ടുമല്ലോ. ഈ കുറയ്ക്കേണ്ട 1 എന്ന് പറയുന്നത് 5ൻ്റെ എത്ര ഭാഗമാണ്? കുറയ്ക്കേണ്ട 1 എന്ന് പറയുന്നത് 5ൻ്റെ 5/1 ഭാഗമാണ്. അങ്ങനെ ചെയ്താലും മതി. ഓൺ സബ്ട്രാക്റ്റിംഗ് 1/5 part of the original length of the longer side, it can be made into a square. വലിയ വശത്തിൻ്റെ 5/1 ഭാഗം കുറച്ച് അതിനെ സമചതുരം ആക്കാം.